ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗൈസ് ഇന്നാണ് ഞാൻ കേരള ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ടു ട്രിവാൻഡ്രം സൈക്കിളിൽ പോകാൻ. ഗൈസ് ഇത് ഡേ 4 ആണ്. ഇതുവരെ എനിക്ക് സൈക്കിൾ ട്രിപ്പ് പോകാൻ പറ്റിയിട്ടില്ല. സൈക്കിൾ ഓടിച്ച് പടി വന്നിട്ട് ഇന്നും കൂടെ നോക്കും ഗെയ്സ്. ഞാനിപ്പോൾ ഓടിച്ചു നോക്കാൻ പോകണം സൈക്കിള്. പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇന്ന് പോകും. സൈക്കിൾ ട്രിപ്പ് ഞാൻ ഇന്ന് പോകും. അമ്മന്റെ അഭിപ്രായം പറ. ഇതാണ് എന്റെ വ്ളോഗാണ്. മടങ്ങിയിട്ടൊന്നും വരില്ല. പിന്നെ ആ തേങ്ങ മടങ്ങിയത് അവൻ പറമേ ഓൾ ജസ്റ്റ് വരാ പറമേ ഓൾ ജസ്റ്റ് വരാത് പൈസ അയച്ചേരണേ. ഇനി എന്തായാലും ഒരു 50 ദിവസം കഴിഞ്ഞ് കാണാം. ഓക്കെ അമ്മ. ഓക്കെ അമ്മ പോയിട്ടാ. പിന്നെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അടുത്ത വർഷം കാണാം. ഇല്ലില്ല വരൂല അടുത്ത വർഷം. അപ്പൊ ഓക്കെ അമ്മ. ഞാൻ സൈക്കിൾ ഔട്ട് കേട്ടോ. ഞാൻ റൗണ്ട് അടിച്ചു വന്നു. നോക്കുമ്പോ സൈക്കിൾ ശരിയായി. 3-4 ദിവസമായി ഇങ്ങനെ നോക്കണം. ഇതുവരെ ശരിയായില്ല, പക്ഷെ ഇന്ന് ശരിയായി. കൊണ്ടുപോകാൻ പറ്റും, കുഴപ്പമില്ല. ഗേസ് എൻ്റെ പേര് വിവേക് വൈശാഖ്. ഗേസ് ഞാനൊരു സൈക്കിളൊരു ട്രിപ്പ് പോവാണ്. ഇവിടെ എൻ്റെ വീട് മുതൽ, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു 6-7 മാസം മുന്നേ പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. പക്ഷെ അന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ആണ് ഒന്ന് പോകാമെന്നൊക്കെ വിചാരിക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേറെ ട്രിപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനിത് ട്രിപ്പ് കൺഫേം ആയി എന്നുള്ളതാണ് കേട്ടോ. കാരണം ഞാൻ ഒരുപാട് ദിവസം സൈക്കിൾ ഔട്ടിയിട്ടില്ല. ഒരു 6-7 ദിവസമാണ് സൈക്കിൾ ചവിട്ടി പ്രാക്ടീസ് ചെയ്തത്. ഞാനൊരു വർഷമൊക്കെ ആയി സൈക്കിൾ ഔട്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ ശരത്തേട്ടൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ പോകാമെന്ന് ഇരിക്കണത്. ഇവിടുന്ന് ഒരു 70 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 70 കിലോമീറ്റർ ചവിട്ടി ഞാൻ ശരത്തിനടുത്ത് എത്തിയതിന് ശേഷം ഈ വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്യുള്ളൂ, എന്നിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗം പിന്നിട്ടു എന്ന് കാണാം കേട്ടോ. അത് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോ. ഓക്കെ, അച്ഛനാണ് കേട്ടോ ഇത് സൈക്കിളിൻ്റെ ഇടയിൽ. കുറേ ദിവസമായി ഇതിങ്ങനെ ചെറിയ പ്രശ്നമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. പിന്നെ അമ്മ രാവിലെ പോയി. ഇവിടെ അമ്മൂമ്മയുണ്ട്, അമ്മൂമ്മ അടിക്കുന്നുണ്ട്, അച്ഛനുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ഇറങ്ങണ്ടായിരുന്നു. അപ്പം മഴ വന്നു. അപ്പോൾ ഇപ്പോഴും മഴ ഉണ്ട് കേട്ടോ. ഇപ്പം മഴ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം ഇറങ്ങാൻ പോവാണ്. നമ്മളെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബാഗുണ്ട്, ടെൻറ്റുണ്ട്. എന്താണെന്നറിയില്ല, ഇറങ്ങി കാണാം. ബാക്കിയൊക്കെ ഞാൻ വഴിയെ പോകുമ്പോൾ പറയാം. ഓക്കെ അച്ഛാ, അപ്പോൾ ഓക്കെ. ഓക്കെ അപ്പോൾ വിളിച്ചു പറയാം. ഓക്കെ അച്ഛാ, ഞാൻ പോകുന്നു. ഇല്ലില്ല, ഓക്കെ ചാ, ഞാൻ വിളിക്കാം. കേസ് അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കണത്. സൈക്കിളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു ബെല്ലുണ്ട്, ഒരു 2 സാധനമുണ്ട്. ബ്രേക്കൊക്കെ കിട്ടുമോ തമ്പുരാറിയാം. 2 കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചങ്ങല എല്ലാം സെറ്റാണ്. നോക്കാം നമുക്ക്. അപ്പോൾ ഓക്കെ ആ ശരിയാക്കാം. ഗേസ് അടുത്ത മഴ പിടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാസർഗോഡ് തന്നെ ഏട്ടാ. അടുത്ത മഴ പിടിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ കോട്ട് ഊഴിട്ടില്ല ഏട്ടാ. ഇത് ബൈക്കിലൊക്കെ എടുത്ത കോട്ടാണ്. ഞാൻ ഇതിട്ടിട്ടാ വന്നത്. ഇതാകുമ്പോൾ ഒരു ലുക്കുണ്ട്, രസമുണ്ട്. പക്ഷെ ഇത് വലിയ വെയിറ്റും ഇല്ല, നല്ല രസമുണ്ട് ഏട്ടാ. അടുത്ത മഴ പിടിക്കുന്നുണ്ട്. എന്തായാലും ഊരാത്തത് നന്നായി. അയ്യവാ ബ്ലോക്ക് ഗേസ്, നമ്മൾ കാസർഗോഡ് എത്തിയേട്ടാ. ഇത് ആ കാണുന്നതാണ് കാസർഗോഡ് സിഗ്നല്. അയ്യോ, നമ്മൾ കുറേ റെസ്റ്റ് എടുത്തില്ല. എവിടെയെങ്കിലും പോയി നിൽക്കാൻ വെച്ചിട്ട്. കാരണം മഴ ഉണ്ടായിരുന്നു. ഇവിടുത്തെ മഴ കുറച്ച് കൂടി. മഴ കുറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ വെച്ചിരിക്കായിരുന്നു.
സൈക്കിൾ ഇതുവരെ ഓക്കെയാണ്, ചെയ്യുന്നില്ല. സൈക്കിൾ ഓടിക്കാത്തതിന്റെ പ്രാക്ടീസില്ലാത്തതിന്റെ നല്ല അറിയാണ്ട് നല്ല കിതക്കുന്നുണ്ട്. ഞാൻ പിന്നെ മെല്ലെ മെല്ലെ വരാണ്. കയറ്റമൊക്കെ കുറച്ചൊന്നും, ചില കയറ്റങ്ങളൊക്കെ ഉന്തും, കുഞ്ഞു കയറ്റമൊക്കെ ചവിട്ടി തന്നെ എടുക്കും. അപ്പോൾ കേസ് ഞാൻ പോവാണ് കേസ്, എന്തായാലും നനഞ്ഞ് ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് ഓക്കെ കാണാം. ഗേസ് ഞാൻ ഇങ്ങനെയായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ ഗ്ലാസ് വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട്, കുഴപ്പമില്ല. ഒന്നാമതില്ല ആൾക്കാരെല്ലാം നോക്കുന്ന തന്നെ. അപ്പോൾ അത് മറക്കാനാണ് ഞാനിത് ആദ്യം വെച്ചത്. പിന്നെ ഇത് നല്ല രസമുണ്ട് വെക്കാൻ. അത് നല്ല വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഗും കിട്ടുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇറങ്ങുമ്പോൾ വെളിച്ചൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ വലിയ സീനില്ല. ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ ഗേസ് ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. കാസർഗോഡൊക്കെ കഴിഞ്ഞ് നല്ല മഴ കിട്ടി. ഒരു സാധനം കാണിച്ചു തരാം. കേസ് കണ്ട എൻ്റെ ഷൂവിൽ മൊത്തം വെള്ളം കയറി. ഞാൻ ഈ ഷൂ ഇട്ടത്, എൻ്റെ ഈ ഷൂവേ ഉള്ളൂ. അപ്പോൾ വെള്ളം കയറി, വെയിറ്റ് കൂടുതലുണ്ട്. ഇത് കഴുകണം, ഇതൊരു കയറ്റമാണ്. അപ്പോൾ ഞാൻ ഉന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വണ്ടി. ഇതാ വെള്ളം. അയ്യവ സൂപ്പർ, എന്ത് രസമാണ് കൂട്ടുകാരേ. അമ്മ കേസടിച്ചിരുന്നു. ഇതില്ലേ വെള്ളം തെറിപ്പിക്കുന്നു. ഒരു കള്ളത്തേണ്ടി വന്നിട്ട് കാറിൽ എൻ്റെ മേത്ത് മൊത്തം വെള്ളം തെറിപ്പിച്ചു പോയി. പക്ഷെ ഞാൻ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ജയ്സ് നമ്മളെ സൈക്കിൾ ഇതാണ് കേട്ടാ. ഇവിടെ എല്ലാം നനയാണ്ടിരിക്കാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ രണ്ട് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം പകുതി കഴിഞ്ഞു. അയ്യോ ജയ്സ്, അപ്പം ഞാൻ പോട്ടെ കേട്ടോ. എന്തായാലും ലേറ്റ് ആവും ഇനി ഇവിടെ നിന്നാല്. ജയ്സ് നമ്മൾ ബാക്കൽ കോട്ട എത്തി കേട്ടോ. ബാക്കൽ കോട്ടകളുടെ എൻട്രി അവിടെയാണ്. ബാക്കൽ സ്റ്റോപ്പാണിത്. അയ്യോ മഴ നിന്നിട്ടാ, കുറച്ച് വെയിലൊക്കെ വരുന്നുണ്ട്. അതൊരു നല്ല സൂചനയാണ്. അയ്യോ സൈക്കിൾ നമ്മളവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഗയ്സ് എൻ്റെ മേല് മൊത്തം നനഞ്ഞു കേട്ടോ. കോട്ടിട്ടിട്ട് കാര്യമില്ല, മറ്റേ കോട്ട് തന്നെ മതിയായിരുന്നു. 100 രൂപയുടെ പ്ലാസ്റ്റിക്കിൻ്റെ. ഇത് മണ്ടത്തരായി പോയി. വെള്ളം തീർന്നു. എൻ്റെ 2 ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ 1 ബോട്ടിൽ കഴിഞ്ഞു. അപ്പോൾ അത് എവിടെ നിന്ന് എടുക്കണം, കാഞ്ഞങ്ങാട് എത്തിയിട്ട് എടുക്കാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 15-30 കിലോമീറ്റർ വന്ന കേസ്. നമുക്ക് എവിടെ നിൽക്കണം, ഒന്ന് ഇരിക്കണം. അപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് കിട്ടുന്നിടത്ത് ഇരിക്കാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ഫോൺ ഇതിലാട്ടാ. വീട്ടിൽ നിന്ന് അച്ഛനമ്മയെ വിളിച്ചാൽ എനിക്ക് അറിയില്ല, നോക്കണം എടുത്തിട്ട്. എന്നിട്ട് നമുക്ക് പോവാം കേസ്. ഗേസ് ഞാൻ കാഞ്ഞങ്ങാട് എത്താനായി എന്ന് പറയാൻ പറ്റില്ല. ഇനി ഒരു 7 കിലോമീറ്റർ ഉണ്ട്. കാഞ്ഞങ്ങാട് എത്തിയിട്ട് ബാഗിൽ നിന്ന് ഫോൺ എടുക്കാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചാവോ തമ്പുരാനറിയാം. എന്തായാലും കാഞ്ഞങ്ങാട് എത്താനായിട്ട് അവിടെ ആണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഇരിക്കണം കുറച്ചിട്ട് 1 മണിക്കൂർ. ഞാൻ റെസ്റ്റ് എടുത്തിട്ടേ ഇല്ല. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ പണിപ്പാളും. അതായത് എനിക്ക് അത്ര വയ്യാഞ്ഞിട്ട് പിന്നെ ഓടിച്ചു എന്നല്ല കേട്ടോ. എനിക്ക് ഓക്കെ ആയിരുന്നു, ഓടിക്കാൻ തോന്നി. അപ്പോൾ ഇങ്ങനെ ഓടിച്ചു. ആ മഴയുടെ തണുപ്പും വെക്കണോണ്ട് ചൂട് വലുതായിട്ട് അറിഞ്ഞില്ല. കാല് കഴിക്കുന്നുണ്ട് അല്ലേ. പിന്നെ കുഴപ്പമില്ല, ഇതുപോലത്തെ റോഡായതുകൊണ്ട് വലിയ സീനില്ല. കയറ്റൊക്കെ വരുമ്പോൾ ഞാൻ ചിലതൊക്കെ കയറ്റും, ചിലത് ചവിട്ടും, ചിലതാണെങ്കിൽ ഉന്തും. കാരണം ഇതിപ്പോൾ ലഗേജ് കയറിയോണ്ട്, ബാക്കിൽ ടെൻറ്റും ബാഗൊക്കെ കയറിയോണ്ട് ലഗേജ് സൈക്കിളിൻ്റെ വെയിറ്റും കുറച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് വലിവ് കുറവാണ്. നമ്മൾ ചവിട്ടണം. ഗേസ് നമ്മളിത് പോകുന്ന റൂട്ടാണ്. നമ്മളിവിടെ ഒരു ബസ് സ്റ്റോപ്പ് കിട്ടിയപ്പോൾ ഇവിടെ ഇരുന്നതാണ് കേട്ടോ. കുറേ നേരമായി റെസ്റ്റ് എടുത്തിട്ട്. ഇനി ഒരു 15 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പോവാം. അതായത് ഇനി കാഞ്ഞങ്ങാട്ടേക്ക് ഒരു 5 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ. 5 കിലോമീറ്റർ മുന്നെയാണ് നമ്മൾ. അപ്പോൾ കുപ്പിയിൽ വെള്ളം നിറയ്ക്കണം. പിന്നെ വീട്ടിൽ നിന്നില്ലേ രാവിലെ ആക്കിയ ഫുഡ്, അതായത് അട തന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ നല്ല വിശപ്പ് തുടങ്ങി. അപ്പോൾ അട കഴിച്ചിട്ട് ഇനി പോവാൻ അയച്ചു. ജയ്സ് എനിക്കറിയാം നല്ല പോലെ വിശപ്പെന്ന് കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ട് ഇപ്പോൾ. അതായത് ഞാൻ രാവിലെ ഇന്ന് വേഗം കഴിച്ചു, ഫുഡ് കഴിച്ചു. എൻ്റെ വീട്ടിൽ അടയാണ് ആക്കിയത്. അപ്പോൾ 2-3 അട എടുത്തിട്ടുണ്ട്, 2 അട എടുത്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് കഴിക്കാൻ വെച്ചെടുത്തതാണ്. ഇപ്പം നല്ല വിശപ്പ്. അയ്യോ പൈസ എത്ര ചുരുക്കാൻ പറ്റുന്നു അത്രയും ചുരുക്കി പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഫണ്ടില്ല, ഫണ്ട് ഭയങ്കര ഷോർട്ടാണ്. ഞാൻ ഹെൽമെറ്റ് പോലും മേടിച്ചില്ല പൈസ ഇല്ലാത്തതുകൊണ്ട്. നമ്മളിങ്ങനെ പോവാ, ഫുഡ് എവിടെന്നെങ്കിലൊക്കെ കിട്ടിക്കോളും. ഇന്ന് ഞാൻ പോകുന്നത് ശരത്തൻ്റെ വീട്ടിലാട്ടോ. ശരത്തൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ശരിക്ക് കിലോമീറ്റർ എനിക്ക് അറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. ശരത്തൻ്റെ വീട് പിടിക്കണം വൈകുന്നേരം ഒരു 7 മണിക്ക് മുന്നേ. എന്നിട്ട് ശരത്തൻ്റെ അവിടെ സ്റ്റേ രാത്രി, അവിടെ നിന്ന് വെളുപ്പിനെ പോകും. അപ്പോൾ ശരത്തട്ടൻ തിന്നാൻ തരുമായിരിക്കും. നാളത്തെ ഉച്ചക്കത്തെ ഫുഡും ശരത്തട്ട അടുത്ത് മേടിക്കണം. ഓക്കെ ഞാൻ ഒന്ന് കഴിച്ചു തരാം. ഓക്കെ നമ്മൾ കാഞ്ഞങ്ങാട് എത്തി കേട്ടോ. കാഞ്ഞങ്ങാട് ടൗണിലേക്ക് കയറാണ്. അയ്യോ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്തില്ലേ ബസ് സ്റ്റോപ്പ്, അവിടെ നിന്ന് 5 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. 5 കിലോമീറ്റർ നമ്മൾ ചവിട്ടി കേട്ടോ. അയ്യോ നല്ല ക്ഷീണമുണ്ട്, കുഴപ്പമില്ല. അയ്യോ ഇവിടെ നിന്ന് വെള്ളം എടുക്കണം. ഞാൻ പിന്നെ എവിടെയും നിർത്തില്ല, എനിക്ക് മടിയാണ് വെള്ളം എടുക്കാൻ. കൊല്ല് എൻ്റെ ഡ്രസ്സൊക്കെ ഉണങ്ങുന്നുണ്ട് കേട്ടാ. കൊള്ള അയ്യാ നല്ല കാറ്റ് വരുന്നു, നല്ല
ഇതാരാണ് ഇയാളെന്താ കൈയാണിച്ചെല്ലാം പോകുന്നു കൊള്ളാതാ. അപ്പോൾ ഓക്കെ ഗൈസ്, കുറച്ചും കൂടി അവിടെ നമുക്ക് നീലേശ്വരം പഠിക്കാം. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കാം. നീലേശ്വരത്തോട്ട് 11-12 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ കാലൊക്കെ ഇങ്ങനെ കട്ടാക്കി കളയുന്നു ഗൈസ്. ഇങ്ങനെ വേദനയിൽ ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല, ദേഷ്യം വരുന്നു ഷായില്. 2-3 ദിവസം എന്തായാലും ഇതുണ്ടാവും വിചാരിക്കുന്നത് ഗൈസ്. എന്തായാലും ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ഉണ്ട് നീലേശ്വരത്തോട്ട്, 8 കിലോമീറ്റർ. ഓക്കെ ഗൈസ്, ഇനി നീലേശ്വരത്തിൽ കാണാം. ടാറ്റ ബൈ ബൈ ബൈ. നല്ല റോഡ് ഗൈസ്, നമ്മളിവിടെ നിന്ന് സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഒരു കാലൊന്ന് റെസ്റ്റ് കൊടുക്കാൻ വെച്ചിട്ടാണ്. അയ്യോ കൊള്ളാം. ഇതെന്തല്ലോ ആയിപ്പോയി പണ്ടാണ്. ഞാനിപ്പോൾ ഒന്ന് അയച്ചിട്ടുണ്ട്, എന്നിട്ട് കെട്ടിയതാ. വൃത്തിയോടായിപ്പോയി. ഇത് ശരിക്കും കെട്ടണം നാളെ മുതൽ. ആ ഒരു നാക്ക് സംഭവം സ്ട്രോങ് ഇരിക്കുന്നുണ്ട്, പക്ഷെ കാണാനൊരു മെനയില്ല, അതാണ് പ്രശ്നം. കുഴപ്പമില്ല, അത് അവിടെ ചെന്നിട്ട് കെട്ടാൻ തോന്നല്ലേ. അതന്നെ നല്ലത്. ഇനി മഴ വന്നല്ല, വീട്ടിൽ പോയി കെട്ടാം ഷർട്ടിൻ്റെ. ഗേസ്, ഞാൻ ഇപ്പോഴാണ് പോസ്റ്റ് ഇട്ടത് കേട്ടാ. ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇൻസ്റ്റയിൽ പഠിച്ചത് ഇപ്പോഴാണ്. ഇപ്പോൾ ഏകദേശം 2 മണി 2:30 ആയിട്ട് സമയം. അപ്പോൾ ഓക്കെ ഗേസ്, ഞാൻ പോകുന്നു ഗേസ്. അങ്ങനെ ഞാൻ ചെറുത്തൂർ എത്തിയിട്ടാ. ചെറുത്തൂർ ടൗൺ അങ്ങോട്ടാണ്, അതായത് ബസ് സ്റ്റോപ്പ് അങ്ങോട്ടാണ്. ഇത് പുതിയ NH ആണ്. ഇതിൽ അതായത് മുന്നേ ഉള്ള റോഡ് അപ്പുറത്തല്ലായിരുന്നു. ഇപ്പോൾ ഇതിൽ തന്നെ പോകണം. നമുക്ക് നാളെ പോകേണ്ടത് ഇതിലാണ്, കണ്ണൂർക്ക്. ഇപ്പോൾ ശരത്തൻ്റെ വീട് അങ്ങോട്ടാണ്. ഇപ്പം ഞാൻ അങ്ങോട്ടാണ് പോകണം കേട്ടോ. ഇവിടെ ഭയങ്കര ബഹളമാണ്, അതുകൊണ്ട് ഞാൻ ഫോൺ വെക്കാണ്. ഗേസ്, ഞാൻ ശരത്തൻ്റെ വീട്ടിലെത്താനായിട്ടാ, കുറച്ചുള്ളൂ ഇനി. അയ്യോ, ഇവിടുത്തെ വെയിൽ വന്നിട്ട് ഇത്ര ഈ വെയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ചൂടുണ്ട്, പക്ഷെ ഇത്രയും വെയിലുണ്ടായിരുന്നില്ല. ഇവിടെ നല്ല അടിക്കുന്ന വെയിൽ വന്നു. അയ്യോ, ചത്ത് ഗേസ്. സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ശരത്തൻ്റെ വീട്ടിലെത്തി, ഒരു 4 മണിക്ക് എത്തിയേട്ടാ. അതായത് 10 to 4, ഒരു 6 മണിക്കൂർ എടുത്തു ഞാൻ ഇവിടെ വരെ എത്താൻ. ഒരു ഏകദേശം ഒരു 60-65 കിലോമീറ്റർ വന്നതുകൊണ്ട് കേട്ടോ. ഗേസ്, ഒന്നും പറഞ്ഞ ഗേസ്, ഭയങ്കര ക്ഷീണമായി. പറഞ്ഞാൽ ഒന്നും കാലൊക്കെ ഭയങ്കര വേദനിക്കുന്നു. ഞാൻ പ്രതീക്ഷയായിരുന്നു, പക്ഷേ ഇത് കുറച്ച് കൂടുതലാണ് കേട്ടോ. സഹിക്കാൻ പറ്റുന്നതിനും കൂടുതലല്ല. അവസാനം എനിക്ക് എങ്ങനെ എത്തി. നാളെ ഇതിനേക്കാളും ഭേദം ഉണ്ടാവുമെന്ന് വിചാരിക്കണം. എന്തായാലും ഇതൊക്കെ ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷയാണ്. ഇത് കിട്ടി, കുഴപ്പമില്ല. ശരത്തേട്ടൻ കുളിക്കാൻ പോയിക്കാണ് ഗേസ്. ഞാനൊന്ന് കുളിച്ചിട്ട് ഇതൊക്കെ ഒന്ന് നനയ്ക്കാനാണ്, കാരണം ഇത് കുറച്ച് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. നാളെ ഇവിടുന്ന് ഷാനുവിൻ്റെ വീട്ടിലോട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവൻ്റെ വീട് തലശ്ശേരിയിലാണ്. ഇവിടെ നിന്ന് എന്തായാലും ഒരു 70-80 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് കുറച്ച് കിലോമീറ്റർ കൂടുതലുള്ളത്. അപ്പോൾ ഈ 2 ദിവസം ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ കാലൊക്കെ ഒന്ന് റെഡി ആവുമെന്ന് വിചാരിക്കുന്നത്. എല്ലാം എൻ്റെ ഊഹാപോഹങ്ങളാണ് കേസ്. പിന്നെ എനിക്ക് ഇതുവരെ ഹെൽമെറ്റ് ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഗ്ലാസ് ഇട്ടിട്ടാണ്, ഞാൻ നിങ്ങൾ ആ വീട്ടിൽ മുന്നേ കണ്ടിട്ടുണ്ടാവും ക്ലിപ്പിൽ, ഞാൻ ഗ്ലാസ് ഇട്ടിട്ടാണ് ഓടിച്ചത് വേണ്ടി. ഇവിടെ എത്താനായപ്പോൾ എനിക്ക് തല വേദനിക്കുന്നത് പുല്ല്. അത് ഫുൾ ടൈം ഇട്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടാ. മണ്ടത്തരായി കേസ്, കുഴപ്പമില്ല. പിന്നെ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ ഡാർക്ക് വീണിട്ട് ഇപ്പം തന്നെ.